നമസ്തേ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോവിഡ് മഹാമാരിയും കുട്ടികളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൊറോണ വൈറസ് നമ്മുടെ നാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ വുഹാനിൽ നിന്ന് ഉത്ഭവിച്ച ഈ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനോട് പോരാടാനായി നാം മാസ്ക് ധരിക്കുന്നതും സോപ്പിട്ട് കൈ കഴുകുന്നതും സാനിറ്റൈസർ ഇടുന്നതും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ജനങ്ങളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, ലോകത്തിനെ സാമ്പത്തികപരമായും പിന്നോട്ട് വലിക്കുന്നു. കൊറോണ വൈറസ് മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് കുട്ടികളാണ്. കുറേ പേരുടെ ജോലി വരെ നഷ്ടപ്പെട്ടു. വിദ്യാലയങ്ങൾ പൂർണ്ണമായും തുറക്കാനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. കുട്ടികളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിന്റെ സഹായത്തോടെയാണ് പഠിക്കുന്നത്. അധ്യാപകരും വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജീകരിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. വിദ്യാലയത്തിൽ പോയി പഠിക്കുന്നതും രീതിയുടെ അടുത്ത് പോലും എത്താൻ കഴിയില്ല ഓൺലൈൻ ക്ലാസ്സുകൾക്ക്. അതുമാത്രമല്ല, TV, മൊബൈൽ ഫോൺ എന്നിവയുടെ മുന്നിലെല്ലാം കുറേ നേരം ചിലവഴിക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തെയും അത് ബാധിക്കും. എത്രയും പെട്ടെന്ന് കോവിഡ് മഹാമാരി നമ്മുടെ ലോകം വിട്ടുപോകാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് സാമൂഹ്യ അകലം പാലിച്ച് മറ്റെല്ലാ കൊറോണ മാനദണ്ഡങ്ങളും പാലിച്ച് നമുക്ക് പൊരുതാം. സ്കൂൾ ബാഗും അണിഞ്ഞ് വിദ്യാലയത്തിൽ പോകാൻ നമുക്ക് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.